നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചതിനു പിന്നാലെ കടുത്ത പ്രസ്താവനകളുമായി വീണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭ്രാന്തന്മാരുടെ കയ്യിൽ അണുവായുധം കിട്ടാതിരിക്കാനാണ് തങ്ങൾ പോരാടുന്നതെന്നും ഇറാന്റെ പക്കൽ അണുവായുധം എത്തിയാൽ ഇസ്രായേലും യൂറോപ്പും തകർന്നടിഞ്ഞേനെ എന്നും ട്രംപ് ഫ്ലോറിഡയിൽ നടന്ന പരിപാടിയിൽ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച സമർപ്പിച്ച ഇറാന്റെ പുതിയ നിർദ്ദേശം ട്രംപ് തള്ളി. ഇറാനിലെ നേതൃത്വത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഒരു കരാർ ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ട്, പക്ഷേ അവിടുത്തെ നേതൃത്വം ആകെ കുഴപ്പത്തിലാണ്. ഉടനെ ഒരു ഒത്തുതീർപ്പിനില്ല. ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം വരും, ട്രംപ് പറഞ്ഞു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും റഡാർ സംവിധാനങ്ങളും തകർന്നടിഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. B-2 ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഇറാന് മുന്നിൽ 2 ഓപ്ഷനുകൾ മാത്രമാണുള്ളത്. ഒന്നുകിൽ ചർച്ചയ്ക്ക് വരിക, അല്ലെങ്കിൽ എന്നേക്കുമായി ഇല്ലാതാവുക. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ലംഘനങ്ങളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെ എണ്ണവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിവരികയാണ്. നേരത്തെ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്തതിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും വിമർശിച്ചു. ഇറാനിയൻ തുറമുഖങ്ങൾക്കും സമുദ്ര ഗതാഗതത്തിനും മേൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ കറാച്ചി തുറമുഖത്ത് ആയിരക്കണക്കിന് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം. കൂടാതെ ഏപ്രിൽ 25-ന് പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ത്രൂ ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ ഓർഡർ 2026 പുറപ്പെടുവിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇത് 3 രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ റോഡ് മാർഗം ഇറാനിലേക്ക് കൊണ്ടുപോകാൻ ഉടനടി അനുമതി നൽകുന്നു. ഇറാന്റെ സമാധാന വാഗ്ദാനം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാൻ വഴി കൈമാറിയ രഹസ്യരേഖയിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. 2 മാസമായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ തൃപ്തനല്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇറാനുമായുള്ള ചർച്ചകളിൽ ഉടൻ ഒരു ധാരണയിലെത്താൻ സാധ്യതയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.